നഷ്ടങ്ങളും ദുരന്തങ്ങളും കഴിഞ്ഞിട്ട് ഏതാണ്ട് മണിക്കൂറുകളെ ആകുന്നുള്ളൂ. എങ്ങനെയാണ് മറ്റൊരാളിൻ്റെ വേദന നമ്മുടെ സ്വന്തമാകുന്നത്? അങ്ങനെ സ്വന്തമായ ഒരു വേദനയെക്കുറിച്ചാണ് ഇന്നത്തെ കഥ. സ്റ്റോറി ബിഹൈൻഡ് മൈ പിക്ചേഴ്സ്. എൻ്റെ ചിത്രങ്ങൾക്ക് പിന്നിലെ കഥകളിലേക്ക് സ്വാഗതം. ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ കരുനാഗപ്പള്ളി ആലപ്പാട് കടപ്പുറത്ത് ഒരു കടൽക്ഷോഭം ചിത്രീകരിക്കാനാണ് ഞാൻ പോകുന്നത്. ചെറിയൊരു മഴ പെയ്താൽ പോലും, ചെറിയൊരു കടൽക്ഷോഭം ഉണ്ടായാൽ പോലും വല്ലാതെ നാശനഷ്ടങ്ങളുണ്ടാകുന്ന ഒരു മേഖലയാണത്. കരുനാഗപ്പള്ളിയിലെ റിപ്പോർട്ടർ രാജു എന്ന് പറയുന്ന വ്യക്തിയാണ്. രാജുവിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ ഉച്ചത്തിലുള്ള സംസാരമാണ്. എത്ര നിസ്സാര കാര്യമാണെങ്കിലും അദ്ദേഹം വളരെ ഉറക്കെയാണ് പറയാറ്. ആലപ്പാട്ടെ അടിച്ചു കയറുന്ന തിരമാലകൾക്ക് പോലും രാജുവിൻ്റെ ശബ്ദത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഉച്ചത്തിലുള്ള സംസാരം വളരെ രസകരമായി ആസ്വദിക്കുകയും അതേസമയം ചില സമയങ്ങളിൽ എന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്യും. എനിക്ക് അദ്ദേഹത്തോടുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ശാസിക്കുമ്പോൾ വളരെ നിഷ്കളങ്കമായി നേരത്തെ പറഞ്ഞതിനേക്കാൾ ഉച്ചത്തിൽ അദ്ദേഹത്തിനോട് ക്ഷമ പറയാറുണ്ട്. 14 വർഷമായിരിക്കുന്നു ഞാൻ രാജുവിനെ ഏതെങ്കിലും തരത്തിൽ കോൺടാക്റ്റ് ചെയ്തിട്ട്. എൻ്റെ സുഹൃത്ത് സക്കീർ ഹുസൈനിൽ നിന്ന് രാജുവിൻ്റെ നമ്പർ സംഘടിപ്പിച്ച് ഞാൻ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഞാൻ തിരക്കിലാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അദ്ദേഹം ആലപ്പാട് കടൽക്ഷോഭം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഓർമ്മകളുടെയും റിയാലിറ്റിയുടെയും വളരെ മനോഹരമായ കോയിൻസിഡൻസ്. 14 വർഷത്തെ യാതൊരു അപരിചിതത്വവും ഞങ്ങളുടെ സംസാരത്തിനിടയിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കടൽക്ഷോഭത്തിൻ്റെ വിഷ്വൽസും രാജു എടുത്തതാണ്. രാജുവിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 90കളുടെ അവസാനത്തിലെടുത്ത കടൽക്ഷോഭത്തിൻ്റെ ചിത്രത്തിലേക്ക് തിരിച്ചു വരാം. അന്ന് വളരെ ശക്തമായ കടൽക്ഷോഭമായിരുന്നു. വീടുകളും തെങ്ങുകളും റോഡും എല്ലാം ആകെ താറുമാറായിരുന്നു, ആകെ തകർന്നിരുന്നു. ഏതാണ്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാനും രാജുവും കൂടെ കരുനാഗപ്പള്ളിയിലെ ആലപ്പാട് കടൽക്ഷോഭത്തിൽപ്പെട്ട സ്ഥലങ്ങളുടെ ചിത്രമെടുക്കാനായി പോകുന്നത്. ഉപ്പുകാറ്റിൻ്റെ രസമുള്ള കാഴ്ചകൾക്ക് അധികം ദൂരം കിട്ടാത്ത ഒരു മങ്ങിയ ദിവസമായിരുന്നു അത്. ഉപ്പുകാറ്റിൽ നിന്നും മഴവെള്ളത്തിൽ നിന്നും ക്യാമറയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പകുതി തുറന്നിട്ട ഷർട്ടിൽ ക്യാമറ പൊതിഞ്ഞാണ് എൻ്റെ നടപ്പ്. ഓരോ തിരമാലയിലും ഇപ്പോൾ വീണേക്കാം എന്ന് തോന്നുന്ന ഒരുപാട് വീടുകളുണ്ട് നമുക്ക് ചുറ്റും. മേൽക്കൂരകളെല്ലാം പറന്നുപോയി ഒരു സ്കെൽറ്റൻ പോലെ തോന്നിക്കുന്ന പല കെട്ടിടങ്ങൾ. ടാർ ചെയ്ത റോഡ് കുത്തിയൊലിച്ചു പോയിരിക്കുന്നു. എല്ലായിടത്തും നാശനഷ്ടത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും എല്ലാം കാഴ്ചകളാണ്. കയ്യിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം എടുത്തൊരു ഭാണ്ഡത്തിലാക്കി സുരക്ഷിതമായ അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്കോ സ്കൂളുകളിലേക്കോ പോകാനായി തയ്യാറെടുക്കുന്ന സംഘങ്ങൾ. അങ്ങനെ ഒരുപാട് പെയിൻഫുള്ളായ കാഴ്ചകളാണ് ചുറ്റും. കടൽക്ഷോഭത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ ഞങ്ങൾ എടുത്തു. കുറേ കഴിഞ്ഞപ്പോൾ നാശനഷ്ടത്തിൻ്റെ കണക്കെടുക്കാനായി തഹസിൽദാരും അവരുടെ സംഘവും ആ സ്ഥലത്തേക്കെത്തി. അവർക്കൊപ്പവും ഞങ്ങൾ കുറേ സമയം കൂടെ നടന്ന് ചിത്രങ്ങളെടുത്തു. സമയം ഏതാണ്ട് സന്ധ്യയോടടുക്കുന്നു. അല്ലാതെ തന്നെ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. എൻ്റെ കയ്യിലെ ഫിലിം ഏതാണ്ട് തീരാറായിരിക്കുന്നു. തിരിച്ചു മടങ്ങാം എന്ന് ഓർത്ത് തിരിഞ്ഞ് നടക്കുമ്പോഴാണ് വളരെ ദൂരെ ഒരു കുടിൽ തകർന്നു കിടക്കുന്നൊരു കാഴ്ച കണ്ടു. തകർന്ന വീടുകളുടെ ചിത്രങ്ങൾ എൻ്റെ ഫിലിമിൽ ഇഷ്ടം പോലെയുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചയുമല്ല അത്. ആ വീട്ടിലേക്ക് എത്താനായി ചെളി പിടിച്ച റോഡിലൂടെ ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട്. വളരെ കൃത്യമായ വഴികളില്ലാത്ത ഒരു സ്ഥലത്താണ് ആ വീട് ചെന്ന് അവസാനിക്കുന്നത്. ഈ വീടിന് സമാനമായ ചിത്രങ്ങൾ ഞാൻ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട് താനും. അപ്പോൾ എന്തിനാണ് അവിടെ വരെ പോകുന്നതെന്ന് ആലോചിച്ചെങ്കിലും പോകാൻ തോന്നി. ഞങ്ങൾ അവിടേക്ക് എത്തുമ്പോൾ അതിന് വീടെന്ന് പറയാൻ കഴിയില്ല, പൊളിഞ്ഞു വീഴാറായ ഒരു വീടിൻ്റെ അസ്ഥികൂടം. അതിൻ്റെ മുന്നിൽ ഒരു നരച്ച കളറുള്ള സാരി ഉടുത്ത് ഒരമ്മ ഇരിപ്പുണ്ട്. ഞങ്ങളെ കണ്ടിട്ടാവണം അവർ ഞങ്ങളുടെ മുന്നിലേക്ക് വന്ന് എന്തോ പറയാനായി വന്നത് ഒരു വലിയ പൊട്ടിക്കരച്ചിലാണ് അവസാനിച്ചത്. നമുക്ക് ഈ ചില സമയത്തൊക്കെ വാക്കുകളുടെ ആവശ്യമില്ലെന്ന് നമുക്ക് മനസ്സിലാവും. അവർക്ക് എന്താണ് പറയേണ്ടതെന്ന് നമുക്കറിയാം. ഞാനൊരു ചിത്രമെടുത്തു. അതെങ്ങനെയാണെന്നൊന്നും ഞാൻ ഓർക്കാറില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ആ ചിത്രം എടുക്കുന്നത്. ആ അമ്മയുടെ വിതുമ്പലും പൊട്ടിക്കരച്ചിലും സങ്കടവും എല്ലാം കുറച്ച് സമയം ഞങ്ങൾ കേട്ടു നിന്നു. എന്തു പറഞ്ഞാണ് അവരെ ആശ്വസിപ്പിക്കുക എന്നറിയില്ല. അവരുടെ കൂടെ നിന്നു കുറച്ച് സമയം.
അപ്പോഴേക്കും നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കാനെത്തിയ സംഘം അവരുടെ മുന്നിലേക്കെത്തി. അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വിതുമ്പുന്ന മുഖത്തോടെ ഒരു കണക്കും പറയാനില്ലാതെ ആ അമ്മ നിന്നു. നിമിഷങ്ങൾ മാത്രം പരിചയമുള്ള ആ അമ്മയുടെ കരച്ചിൽ എന്തുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷവും എൻ്റെ സങ്കടമായി മാറുന്നത്? അറിയില്ല. തിരിച്ചുള്ള ഞങ്ങളുടെ യാത്രയിൽ രാജു വളരെ നിശബ്ദനായിരുന്നു. രാജുവിൻ്റെ നിശബ്ദത പലതിൻ്റെയും ഉത്തരവുമായിരുന്നു. എൻ്റെ ചിത്രങ്ങളുടെ പിന്നിലെ കഥയ്ക്കൊപ്പം സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. അടുത്ത കഥകളുമായി നമുക്ക് വീണ്ടും കാണാം.